നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 31 ശകവർഷ പ്രകാരം 1947 ജ്യേഷ്ഠം 24 ശനിയാഴ്ചയും ഉത്രാടം നക്ഷത്രവും കൃഷ്ണപക്ഷ തൃതീയ തിഥിയും വിഷ്ടി കരണവും ബ്രാഹ്മ നിത്യയോഗവും വരുന്ന ദിവസം, അതായത് ഉത്തരായന കാലത്തിൽ ഗ്രീഷ്മ ഋതുവിൽ 14/6/2025 സൂര്യോദയം വന്നിരിക്കുന്നത് 5:46 AM സൂര്യ അസ്തമനം 6:32 PM രാഹുകാലമാകട്ടെ 8:57 AM മുതൽ 10:33 AM വരെയും, ഗുളികകാലം 5:46 AM മുതൽ 7:21 AM വരെയും, യമകണ്ഠകാലം 1:44 PM മുതൽ 3:20 PM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:45 AM മുതൽ 12:07 PM വരെയും, 12:11 PM മുതൽ 12:33 PM വരെയും ആകുന്നു. ചന്ദ്രാഷ്ടമം വരുന്നത് മിഥുനം രാശിക്കാർക്ക്. ഇനി നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നു. ഉദയവും ഇടവത്തിൽ തന്നെ. ചന്ദ്രൻ മകരത്തിലും ചൊവ്വയും കേതുവും ചിങ്ങത്തിലും, ബുധനും ഗുരുവും മിഥുനത്തിലും, ശുക്രൻ മേടത്തിലും, മന്ദൻ മീനത്തിലും, സർപ്പി കുംഭത്തിലും, ഗുളികോദയം വന്നിരിക്കുന്നത് മിഥുനം രാശിയിലുമാണ്. ഇനി നമുക്ക് ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. 27 നക്ഷത്രക്കാർക്ക്, അതായത് 12 രാശിക്കാർക്കും ശനിയാഴ്ചയും തൃതീയ തിഥിയുമായതുകൊണ്ട് ദേവതകൾക്ക്, അതായത് കുടുംബപരദേവതയ്ക്കായാലും മറ്റ് ദേവതകൾക്കായാലും നിവേദ്യം സമർപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് പ്രാർത്ഥനയൊക്കെ ചെയ്ത് ഇഷ്ടമുള്ള നിവേദ്യമൊക്കെ കൊടുത്ത് അവരുടെ ഇഷ്ടപ്രകാരം, കാരണം ഇടവമാസം തീരുന്ന ദിവസമാണ്. അപ്പം ഇടവമാസത്തിൽ വീടിന് പിറന്നാൾ വരുന്നവരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രതിഷ്ഠാ ദിനമൊക്കെ ഉള്ളവരാണെങ്കിൽ കുടുംബ പരദേവതയ്ക്ക് ഇപ്പോൾ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വീടൊക്കെ ഒന്ന് പൂജയൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ്, മഴക്കാലമൊക്കെ കഴിഞ്ഞ് പെയിൻ്റ് അടിയൊക്കെ ചെയ്ത് മിഥുനമാസം അല്ലെങ്കിൽ കർക്കിടക മാസമൊക്കെ വരുന്നതിന് മുമ്പ്, ഏതൊരു മാസം വരുന്നതിന് മുമ്പ് ആണെങ്കിലും നമ്മൾ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ പൂജകളൊക്കെ ചെയ്യണം. അതുപോലെ ഇവിടെ ഇടവമാസം തീരുമ്പോൾ, സംക്രാന്തിയാണ്, മിഥുനമാസത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് പൂജകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് ഉപാസനാമൂർത്തിക്കൊക്കെ നിവേദ്യം സമർപ്പിക്കുന്നത്, ഈ കണ്ടക ശനി, ഏഴരശനി, ജന്മശനി, അഷ്ടമശനി കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. എന്തായാലും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ രാശിഫലത്തിലേക്ക് കടക്കുന്നു. മിഥുനം 1 വരുന്നത്, അതായത് മിഥുന സംക്രമം 15 ഇനി ആരെങ്കിലും 15 ഫലം കാണാൻ പറ്റിയില്ല എങ്കിൽ അവർക്ക് വേണ്ടത്ര സംക്രമത്തിന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടത്ര ഒരുക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി മിഥുന രവി സംക്രമം വരുന്നത് 15/6/2025, അതായത് 1200 ആണ്ട് മിഥുനമാസം 1 ഞായറാഴ്ച ഉദയാൽപരം 1 നാഴിക 36 വിനാഴികയ്ക്ക്, അതായത് 6:46 മകരക്കൂറിലാണ് വരുന്നത് മിഥുന രവി സംക്രമം. നക്ഷത്രം തിരുവോണമായതുകൊണ്ട് ചന്ദ്രൻ മകരൻ രാശിയിൽ നിൽക്കെയാണ് മിഥുന മാസത്തിലേക്കുള്ള സൂര്യൻ്റെ പ്രവേശം. അതായത് മിഥുന രവി സംക്രമം 15/6/2025 6:46 AM ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം പ്രതീക്ഷിക്കാം.
സർക്കാർ സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. തൊഴിൽപരമായി സന്തോഷമുണ്ടാവും. ചെലവുകൾ വർദ്ധിക്കുന്ന സമയമാണെങ്കിലും ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. പ്രിയജനങ്ങളിൽ നിന്ന് അനുകൂലമായ സംഭാഷണങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കുവാൻ സാധ്യത കാണുന്നു. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും പ്രോത്സാഹനവും ലഭിക്കും. എല്ലാ രംഗത്തും അവസരോചിതമായി അതായത് പ്രവർത്തനങ്ങൾ നടത്തി സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് മൂലം വിജയം കൈവരിക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഉല്ലാസയാത്രകൾക്കൊക്കെ പദ്ധതികൾ പ്ലാൻ ചെയ്യും. മുതിർന്നവരുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് അവരുമായി സമവായത്തിലെത്തുവാൻ സാധിക്കും. സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. കുട്ടികൾക്കാണെങ്കിലും അവനവനാണെങ്കിലും ഉപരിപഠനത്തിലുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. പൊതുവെ അനുകൂലമായ ഒരു ദിവസമാണ്. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വരനായ വിഷ്ണുമായ സ്വാമി, മറ്റ് ചാത്തൻ സ്വാമിമാരെ, ഉപാസനാമൂർത്തികളെ, സേവാമൂർത്തികളെ ഇവരെയൊക്കെ സേവ ചെയ്യുകയും ഉപാസിക്കുകയും അതുപോലെ തന്നെ കുടുംബപരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക, അയ്യപ്പ സ്വാമിക്ക് നെയ്വിളക്ക് തെളിക്കുക, നീരാഞ്ജനം തെളിക്കുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതൊക്കെ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശാരീരിക വിഷമതകളൊക്കെ അല്പസ്വല്പം കുറഞ്ഞു കിട്ടും. ഉദരവേദന, അതുപോലെ തന്നെ കൈകാൽ കഴപ്പൊക്കെ ഉണ്ടായിരുന്നവർക്ക് അസ്വാസ്ഥ്യങ്ങളൊക്കെ ഒന്ന് കുറേശ്ശെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഭാവി കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ വരുത്തും. ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ചെയ്യണമെന്നുള്ള ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു കരട് രൂപരേഖ തന്നെ തയ്യാറാക്കും. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിപാടികൾ ആസൂത്രണം ചെയ്യും. ബന്ധുമിത്രാദികളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. വാഗ്ദാനങ്ങളായിട്ടാണെങ്കിലും സമ്മാനമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ സഹായങ്ങളായിട്ടാണെങ്കിലും ദേഹസഹായമായിട്ടാണെങ്കിലും ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ഗുണം പ്രതീക്ഷിക്കാം. തുടർ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. വിശിഷ്ട സദസ്സുകളിൽ പങ്കാളികളാവാനും അവിടെ ശോഭിക്കുവാനും സാധിക്കും. കുട്ടികളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനാവും. അവരുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് വളരെ ചിന്തിച്ച് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കും. പൊതുവെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരും. എങ്കിലും ജോലി സ്ഥലത്ത് നേതൃസ്ഥാനം ലഭിക്കുന്നതിനും ആ നേതൃത്വം ഭംഗിയായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ കർമ്മരംഗത്ത് പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോഴാണ് എല്ലാം ഭംഗിയായി വരിക. അടുക്കും ചിട്ടയും സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും നമ്മളെ തേടിയെത്തും. എപ്പോഴും ആത്മസംയമനം പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ കൂടുതൽ ശുഭകരമാക്കി തീർക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും ആശംസിച്ചു കൊള്ളുന്നു. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഉപാസനാമൂർത്തികളെ പ്രാർത്ഥിക്കുന്നത്, കുടുംബപരദേവതയെ പ്രാർത്ഥിക്കുന്നത്, ശാസ്താവിന് നെയ്ദീപം തെളിക്കുന്നത്, നീരാഞ്ജനം തെളിക്കുന്നതൊക്കെ എല്ലാവിധ ദോഷങ്ങളും മാറുന്നതിന് സഹായകമാകും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് കൂടുതൽ പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. പല രംഗത്തും പുതിയ അറിവുകൾ നേടും. തൊഴിൽ രംഗത്ത് മികവ് കാണിക്കുവാൻ സാധിക്കും. വലിയ ചില ആഗ്രഹങ്ങൾ നടപ്പിലാക്കുവാൻ ശ്രമം നടത്തും. മംഗള കർമ്മങ്ങൾ നടത്തുവാനുള്ള യോഗം ഉണ്ടാകും. തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളിൽ ചേരും. പ്രതീക്ഷിക്കാത്ത ആനുകൂല്യങ്ങളും അവസരങ്ങളും ലഭിക്കും. കുടുംബാംഗങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തും. ശാരീരിക വിഷമതകൾ ഒരു പരിധി വരെ മാറിക്കിട്ടും.
പ്രതീക്ഷിച്ച ധനാഗമനത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു വരും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. വിദേശയാത്രകളിലേക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. എതിർപ്പുകളെ അനുകൂലമാക്കിയെടുക്കും. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ സാധിക്കട്ടെ. ഒരു ശുഭദിനം ആശംസിക്കുന്നു. രാശിനാഥനായ ശ്രീരാമസ്വാമി ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഞ്ജനേയ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നത് സൗഭാഗ്യങ്ങൾ നേടിത്തരും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. വലിയ ബിസിനസ് പദ്ധതികളിൽ പണം മുടക്കുന്നതിനുള്ള ഒരു അവസരം വന്നു ചേരും. നിയമ തടസ്സങ്ങൾ മാറിക്കിട്ടും. സാമ്പത്തിക നഷ്ടങ്ങൾ ഒരുവിധം നിയന്ത്രിക്കുവാൻ സാധിക്കും. കുടുംബാന്തരീക്ഷം സന്തോഷപൂർണമാവും. തൊഴിൽ രംഗത്ത് കൂടുതൽ ശോഭിക്കുവാനാവും. പുതിയ വാഹനം വാങ്ങുന്നതിനുള്ള തീരുമാനം ഉണ്ടാകും. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ജോലി മാറ്റം പ്രതീക്ഷിക്കാം. വിമാനയാത്ര അല്ലെങ്കിൽ വിദേശയാത്രയ്ക്കുള്ള അവസരം വന്നു ചേരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി തന്നെ അനുഭവിക്കുവാൻ രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശനീശ്വര സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, വിഷ്ണുമായ സ്വാമി ചത്തൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുന്നത്, അവരവരുടെ ഇഷ്ടദേവതകളെ ഉപാസിക്കുന്നതിനൊക്കെയുള്ള സമയമാണ്. എല്ലാം ഭംഗിയായി നടക്കുവാൻ അവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൂരയാത്രകൾ ആവശ്യമായി വരും. സ്വന്തമായ സംരംഭങ്ങൾ ആസൂത്രണം ചെയ്യും. രോഗദുരിതങ്ങൾക്ക് ഒരു ആശ്വാസമുണ്ടാകും. കലാസാഹിത്യ രംഗത്ത് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. സന്താനങ്ങളെ കൊണ്ട് സദ്ഗുണങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും. സമൂഹ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുവാനാവും. ജനപിന്തുണ ലഭിക്കും. വീട്ടിൽ ഏതെങ്കിലും മംഗള കർമ്മങ്ങൾ നടത്തുവാൻ സാധിക്കും. ഭജനയോ അതുപോലെ തന്നെ കുടുംബയോഗമോ ഒക്കെ വിളിച്ചു കൂട്ടുവാൻ സാധിക്കും. പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് പരിഹരിക്കും. ഭാവി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടാവും. എതിർപ്പുകളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു ശുഭദിനമായി തീർക്കുവാൻ ശ്രമിക്കും. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണുമായ സ്വാമി ചത്തൻ സ്വാമി ആഞ്ജനേയ സ്വാമി ധർമ്മശാസ്ത്രവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതും ഉപാസനാബലം കൂട്ടുന്നതും കുടുംബദേവതയ്ക്ക് നിവേദ്യം സമർപ്പിക്കുന്നതും ഉത്തമമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസിക സമ്മർദ്ദങ്ങൾ കുറയുന്ന ദിവസമാണ്. വീട് മോടി പിടിപ്പിക്കുന്നതിന് സാധിക്കും. കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള അവസരം ലഭിക്കും. ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തന്നെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും. വസ്തു വാങ്ങാനും വിൽക്കാനും ശ്രമിക്കുന്നവർക്ക് അതിന് പറ്റിയ സാഹചര്യം വന്നു ചേരും. സൽക്കർമ്മങ്ങൾ വിജയിക്കും. പ്രവാസികളിൽ നിന്ന് ശുഭവാർത്തകൾ കേൾക്കും. ജോലിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. ഇഷ്ടവസ്തുക്കൾ വാങ്ങും. വിനോദയാത്രകൾക്ക് ശ്രമിക്കും. പൊതുവെ ഒരു നല്ല ദിനം ആയിത്തീരട്ടെ. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണുമായ സ്വാമിയെ, ചത്തൻ സ്വാമിമാരെ, അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമിയെയും ധർമ്മശാസ്താവിനെയും കുടുംബ പരദേവതയും ഒക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അതുവഴി ശമ്പള വർധന ലഭിക്കും. ഇഷ്ടവസ്തുക്കളൊക്കെ വാങ്ങും. വിദേശയാത്രകളൊക്കെ നടത്തുമെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങളിലൂടെ എന്തെങ്കിലും മനസ്സന്തോഷം വരും. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടി സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. നവീന ആശയങ്ങൾ നടപ്പിലാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രശംസ നേടുവാൻ സാധിക്കും. വിദേശയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടുന്ന സമയമാണ്.
പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് തന്നെ സഹായ സഹകരണങ്ങൾ ലഭിക്കും. പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടും. എതിർപ്പുകളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കലാകായിക രംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും. ഒരു ശുഭദിനം ആയിത്തീരട്ടെ. രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഞ്ജനേയ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നത് ശുഭമായിരിക്കും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് സംരംഭങ്ങൾക്ക് സാഹചര്യങ്ങൾ ഒത്തുവരും. വീട് പണി പൂർത്തിയാക്കും. സർക്കാർ സഹായം ലഭിക്കും. എതിർപ്പുകളെ അതിജീവിക്കും. കലാകായിക രംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും. ആത്മവിശ്വാസം വീണ്ടെടുക്കുവാൻ സാധിക്കും. ശുഭചിന്തകൾ വർദ്ധിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. തൊഴിൽപരമായ പ്രതീക്ഷകൾ പാലിക്കും. പ്രതിപരമായ പ്രതീക്ഷകൾ ഫലിക്കും. എളുപ്പം കാര്യസാധ്യം ഉണ്ടാവുന്ന ഒരു സമയമാണ്. രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിഷ്ണുമായ സ്വാമി ചത്തൻ സ്വാമിമാരെ കൂടി പ്രാർത്ഥിക്കുന്നവർക്ക് അവർ പ്രാർത്ഥന തുടരാം. അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും ശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നതും ശുഭമായിരിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ചും പല രംഗത്തും പലതരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും. കാര്യപ്രാപ്തി വർദ്ധിക്കും. അകന്നുപോയവർ അടുപ്പം കാണിക്കും. ഇഷ്ടവിഷയങ്ങൾ പഠിക്കുവാൻ കഴിയും. തൊഴിൽ മാറ്റം സാധ്യമാവും. വീട്ടുകാര്യങ്ങൾ തൃപ്തികരമാകും. പ്രശംസാർഹമായ കാര്യങ്ങൾ ചെയ്ത് ജനപിന്തുണ നേടിയെടുക്കും. പുതിയ കൂട്ടുകെട്ടുകൾ ഉടലെടുക്കും. സ്ഥലങ്ങൾ വിൽക്കാനും വാങ്ങാനും ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. ജീവിത രീതിയിൽ നല്ല മാറ്റങ്ങൾ ദൃശ്യമാവും. മാനസിക സന്തോഷം ലഭിക്കും. വിനോദയാത്രകൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തും. അനുകൂലമായ ദിവസമായതിനാൽ രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരിൽ നിന്ന് അനുകൂലമായ ഫലം ലഭിക്കും. കർമ്മ തടസ്സം വരുവാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് ആരോഗ്യസ്ഥിതി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിശിഷ്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു യോഗം വന്നു ചേരുന്നതാണ്. പാരമ്പര്യ സ്വത്തിൻ്റെ കാര്യത്തിൽ അല്പം തർക്കം ബാക്കി നിൽക്കും. പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു ചേരുന്ന സമയമാണ്. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കർമ്മപരമായ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങൾ അല്പസ്വല്പം പ്രതീക്ഷിക്കാം. പ്രതീക്ഷകളൊക്കെ യാഥാർത്ഥ്യമാകുവാൻ രാശിനാഥരായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, ആഞ്ജനേയ സ്വാമിയെ, വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമിമാരെയൊക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശിവഭഗവാനും പിൻവിളക്ക് തെളിക്കുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കും. കർമ്മ തടസ്സങ്ങളെല്ലാം മാറി കർമ്മരംഗത്ത് ശോഭിക്കുവാനായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിന് ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ട സദസ്സുകളിൽ പങ്കാളിയാവും. സന്താനങ്ങളുടെ ഭാവി കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കാനാവും. തൊഴിൽപരമായ പ്രയാസങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. പൊതുവെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരും. ജോലിസ്ഥലത്തെ നേതൃസ്ഥാനം വഹിക്കേണ്ടതായി വരും. പുതിയ വീട്ടുപകരണങ്ങൾ വാങ്ങും. ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെടും. വീട് മോടി പിടിപ്പിക്കും. തൊഴിൽ രംഗത്ത് അംഗീകാരവും പ്രശംസയും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കും. പതിവിലധികം യാത്രകൾ ആവശ്യമായി വരും. നല്ല സാമൂഹിക ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും. രാശിനാഥനായ വിഷ്ണുമായ സ്വാമി, ചത്തൻ സ്വാമി, മറ്റ് സ്വാമിമാരെ, അയ്യപ്പസ്വാമി, ധർമ്മശാസ്താവ്, അതുപോലെ തന്നെ ആഞ്ജനേയ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാന് നാളികേരമൊക്കെ ഉടയ്ക്കുമ്പോൾ എല്ലാവിധ തടസ്സങ്ങളും കഷ്ടതകളും മാറിക്കിട്ടും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സാമർഥ്യം വർദ്ധിക്കും. പുതിയ കൂട്ടുകെട്ടുകളിലൂടെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കും.
പ്രതീക്ഷിച്ച ധനാഗമ മാർഗങ്ങൾ ലഭിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഉറച്ച തീരുമാനം എടുക്കും. വിദേശയാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. എതിർപ്പുകളെ അനുകൂലമാക്കിയെടുക്കുവാൻ സാധിക്കും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പുതിയ വ്യവസായ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറും. ജീവിത നിലവാരം മെച്ചപ്പെടും. നല്ല പഠന സാഹചര്യങ്ങൾ ഉണ്ടാവും. പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരും. തൊഴിൽ രംഗത്ത് സമാധാനവും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുവാൻ സാധിക്കും. തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളിൽ പഠിക്കുവാൻ സാധിക്കും. ഒരു ശുഭദിനമായതുകൊണ്ട് രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നതും കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതും നിവേദ്യമൊക്കെ സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതുകൂടി ചെയ്യുമ്പോൾ ഈ ഇടവമാസത്തിൻ്റെ അവസാന ദിവസമായ ശനിയാഴ്ച എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. മിഥുന മാസത്തെ സന്തോഷപൂർണമായി വരവേൽക്കുവാൻ എല്ലാവരും തയ്യാറാവുക. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.